അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉഷയുടെ S2 പറഞ്ഞ മോഡലാട്ടോ. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ഓരോ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കും എറർ 1, എറർ 2, എറർ 3, എറർ 4 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ എറർ 2 ഫസ്റ്റ് നോക്കാം എന്താണെന്നുള്ളത്. ആദ്യം നമുക്ക് എറർ 2, പിന്നെ നമുക്ക് എറർ 7, പിന്നെ എറർ 5, പിന്നെ നമുക്ക് എന്ത് വന്നാലും ആദ്യം റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് റീസെറ്റും എറർ 4ഉം കൂടി നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പം നമുക്ക് മെഷീനിൽ എറർ 2 ആണ് കാണിക്കുന്നത്. ഈ എറർ 2 എന്തുകൊണ്ടാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീന് അടിക്കുന്ന സമയങ്ങളിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അഥവാ നൂല് ഷട്ടലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മെഷീൻ നിൽക്കും. അപ്പോൾ നമ്മൾ ഷട്ടലിൻ്റെ ഉള്ളിൽ നൂല് കയറിക്കഴിഞ്ഞാൽ ഇതുപോലെ നൂല് കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മെഷീൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഡിസ്പ്ലേയിൽ എറർ 2 കാണിക്കും. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ വീല് നമ്മൾ പതുക്കെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് പിന്നോട്ട് തിരിച്ചാലും മതി. ആ വീലിൻ്റെ ഹോളിൽ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് പിന്നോട്ട് തിരിച്ചു കഴിഞ്ഞാലും സ്റ്റെക്ക് മാറി കിട്ടും. എറർ 2 വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ് ഷട്ടലിൽ കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ വീല് പിന്നോട്ട് പതുക്കെ തിരിക്കുക കേട്ടോ. ഒറ്റയടിക്ക് തിരിക്കരുത്, പതുക്കെ തിരിച്ചാൽ ആ സ്റ്റെക്ക് നമുക്ക് മാറിക്കിട്ടും, റണ്ണിങ് ആവും. ഓക്കെ, അടുത്തതായി നമ്മൾ കാണിക്കുന്നത് എറർ 7 ആണ്. എറർ 7 വരാൻ കാരണം ആദ്യം മെഷീനിൽ എർത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് ഷോക്ക് അടിക്കുന്ന പോലെ എന്തെങ്കിലും എർത്ത് വരുന്നുണ്ടെങ്കിൽ എറർ 7 കാണിക്കാൻ സാധ്യതയുണ്ട്. അത് ടെസ്റ്ററൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ പെട്ടെന്ന് കറണ്ട് പോയിട്ട് നമ്മൾ മെഷീൻ ഓഫ് ചെയ്യാൻ വൈകിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കറണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയും എറർ 7 കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മെഷീൻ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ റെഡിയാവും. പിന്നെ അതുപോലെ ഇതുപോലെ തന്നെ നൂല് കുടുങ്ങിക്കഴിഞ്ഞാലും ചില സമയങ്ങളിൽ എറർ 7 കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വീലൊക്കെ ഒന്ന് പിടിച്ച് തിരിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തതായി എറർ 5. ഇത് ഇമ്പോർട്ടൻ്റ് എററാണ്. എറർ 5 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ താഴത്തെ ചവിട്ടുന്ന പെഡൽ സെൻസറിൻ്റെയാണ്. എന്തെങ്കിലും കാരണവശാൽ ഇത് കംപ്ലൈൻ്റ് ആയി ഇത് ലൂസായിട്ട് പുറത്ത് പോരുക കാണിച്ചാൽ എറർ 5 കാണിക്കും. അപ്പോൾ നമ്മൾ മെഷീൻ ഓഫ് ചെയ്തിട്ട് ആദ്യം ഇത് പറിച്ച് ഊരിയൊന്നും എടുക്കരുത്. ഇത് പ്രസ് ചെയ്യുന്നൊരു സാധനം അതിന്മേൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രസ് ചെയ്യുക, കറക്റ്റ് വയ്ക്കുക, പ്രസ് ചെയ്യുക, പ്രസ് ചെയ്തിട്ട് കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. അതുപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ. അതിൽ താഴത്തുള്ള സെൻസറിൽ അഥവാ എന്തെങ്കിലും പൊടിയോ അതൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും എറർ 5 കാണിക്കും. അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. എറർ 5 പെഡൽ സെൻസർ. അടുത്തതായിട്ട് എറർ 4 കേട്ടോ. എറർ 4 പറഞ്ഞാൽ മോട്ടോർ പ്രോബ്ലമാണ് എറർ 4. അതേപോലെ നീഡിൽ പൊസിഷൻ എന്തെങ്കിലും സെൻസർ കംപ്ലൈൻ്റ് ആയാൽ എറർ 4 കാണിക്കും. അപ്പോൾ ഏത് കംപ്ലൈൻറ്റ് ആദ്യം വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ റീസെറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. എറർ 4 ആയിക്കോട്ടെ, എറർ 1 ആയിക്കോട്ടെ, ഏത് മെഷീൻ സ്റ്റക്കല്ലാതെ ഏത് കംപ്ലൈൻറ്റ് ആദ്യം വന്നാലും നമ്മൾ ആദ്യം റീസെറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ റീസെറ്റ് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ P അമർത്തിയ 01 വരും. 01 വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്ലസ് മൈനസ് ഉണ്ട്. ആ പ്ലസ് മൈനസിൽ പ്ലസ് അമർത്തിയിട്ട് ഒരു P04 ആക്കുക. P04 ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് S അമർത്തുക. S അമർത്തി കഴിയുമ്പോൾ നമുക്ക് അവിടെ വരുന്നത് 0 ആയിരിക്കും. 0 വന്നു കഴിഞ്ഞാൽ നമ്മളത് പ്ലസ് നീക്കിയിട്ട് 1 ആക്കണം. 0 വന്നതിന് ശേഷം 1 ആക്കുക. 1 ആക്കി കഴിഞ്ഞാൽ നമ്മൾ S ഒന്ന് അമർത്തി പിടിക്കുക. അപ്പോൾ OT എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അതാണ് റീസെറ്റ്. അപ്പോൾ പിന്നെ P അമർത്തുക. പിന്നെ അപ്പോൾ എറർ 4. അപ്പോൾ നമ്മൾ ഉറപ്പിച്ച് മോട്ടോർ പ്രോബ്ലം ആണെന്ന്. അഥവാ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റീസെറ്റ് ചെയ്താൽ ആ കംപ്ലൈൻറ്റ് നമുക്ക് ഒഴിവായി കിട്ടും. 0 തന്നെ കാണിക്കുക. അവിടെ നമുക്ക് തയ്ക്കാനുള്ള രീതിയിൽ തന്നെ വരും. അപ്പോൾ ഈ എറർ 4 മോട്ടോർ പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ ഇത് ബോർഡൊക്കെ അയച്ചിട്ട് മോട്ടോർ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ, ഫുള്ളായിട്ട്. പിന്നെ ഇതിൽ ഒരു ഉഷയിൽ അധികം കണ്ടുവരുന്നതാണ് ഓയിൽ ലീക്ക്. അത് ഏത് ഭാഗത്തുകൂടിയാണെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. കവറൊക്കെ ഊരിയിട്ട് ബോർഡ് ഫിക്സ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബോർഡ് മോട്ടർ ഫിക്സ് ചെയ്യണം. ആദ്യം ആ 2 സ്ക്രൂ ഉണ്ടല്ലോ, പിന്നെ 4, 5 ടോട്ടൽ 5 സ്ക്രൂ ഉണ്ട് കേട്ടോ. ആ 5 സ്ക്രൂ നമ്മൾ അലങ്കി വെച്ചിട്ട് ലൂസ് ചെയ്യുക.
അതുപോലെ വീലിൽ 2 സ്ക്രൂ വരും. ആ 2 സ്ക്രൂ ഊരിയിട്ട് വേണം നമ്മൾ ആദ്യം 2 സ്ക്രൂ ഊരിയിട്ട് വീല് ഊരിയിട്ട് വേണം മറ്റേതൊക്കെ സ്ക്രൂ ഊരിയിട്ട് കവർ അയച്ചെടുക്കാൻ കേട്ടോ. 2mm അലങ്കി ഇട്ടിട്ട് വീലിലെ സ്ക്രൂ 2 സ്ക്രൂ ഉണ്ടാവും. സ്ക്രൂ ഊരുമ്പോൾ ശ്രദ്ധിച്ച് ഊരണം. 2 സ്ക്രൂ ഉണ്ടാവും. ഊരിയെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ വീല് ഇങ്ങോട്ട് പോരും. വീല് പോന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ബോർഡിൽ 5 സ്ക്രൂ ഉണ്ട്. 5 സ്ക്രൂവും നമ്മൾ എടുക്കണം. സ്ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, ശ്രദ്ധിക്കണം. ഒന്ന് അപ്പുറത്ത്, 2 3 അപ്പുറത്തുണ്ട്, 4 ലാസ്റ്റ് ഒന്ന് താഴത്തുണ്ട്. താഴത്ത് നമ്മൾ എപ്പോഴും അയക്കുമ്പോൾ മെഷീൻ ചെരിച്ച് വെച്ചിട്ട് വേണം അയക്കാൻ. മെഷീന് ചെരിച്ച് വെച്ചിട്ട് വേണം അയക്കാൻ കേട്ടോ. മെഷീൻ ചെരിച്ച് വയ്ക്കുക, എന്നിട്ട് വേണം നമ്മൾ അയക്കാൻ. നാല് സ്ക്രൂ അയച്ചാൽ ബോർഡ് പോരും കംപ്ലീറ്റ് ആയിട്ട്. ബോർഡ് പോന്നു കഴിഞ്ഞ് നമ്മൾ ഉണ്ടോ ബോർഡ് റിമൂവ് ചെയ്യുക. ബോർഡ് ഊരിക്കഴിഞ്ഞാൽ അതാണ് മോട്ടർ, അതാണ് സെൻസറിൻ്റെത് കേട്ടോ. നീഡിൽ പൊസിഷന് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അത് 2 അലങ്കി ഉണ്ട്, 2 അലങ്കി ഊരിയിട്ട് അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നീഡിൽ പൊസിഷൻ താഴ്ന്ന് നിൽക്കണോ പൊന്തി നിൽക്കണോ എന്നുള്ള പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യണമാണത്. മെഷീൻ ഓഫ് ചെയ്യുക കേട്ടോ. പ്ലഗ് പോയിൻ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം. അപ്പോൾ ഓഫ് ചെയ്തു. ഇനി നമ്മൾ മോട്ടറിൽ നിന്നുള്ള കണക്ഷൻ ഊരുന്ന കേട്ടോ. 2 കണക്ഷൻ ഉണ്ടാവും മോട്ടറിൽ നിന്ന്. അത് പ്രസ് ചെയ്തിട്ട് വേണം ഊരാൻ കേട്ടോ. അതിൻ്റെ ബാക്ക് വശത്ത് ഒരു പ്രസ് ചെയ്യുന്നൊരു ഇതുണ്ട്, അത് പ്രസ് ചെയ്തിട്ട് വേണം ഊരാൻ. അതുപോലെ ഒന്ന് ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന ഒരു വയറുണ്ടാവും, പിന്നെ മോട്ടറിൽ നിന്ന് വരുന്ന വേറൊരു കണക്ഷൻ. ആ കണക്ഷൻ രണ്ടും ഒപ്പമായിരിക്കും. ആദ്യം ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന കണക്ഷൻ ഊരിയിട്ട് വേണം ഇത് ഊരാൻ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മോട്ടറിൽ നിന്ന് വരുന്ന 2 കണക്ഷൻ, പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ ആ കറക്റ്റ് കണ്ട ഒരു ഇത് കണ്ട ഒരു ചതുരത്തിലൊരു അതിന് കറക്റ്റായിട്ട് വേണം ഫസ്റ്റ് സ്ക്രൂ സെക്കൻഡ് സ്ക്രൂ അങ്ങനെ സെറ്റ് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നീഡിൽ പൊസിഷൻ മാറിപ്പോവും. അതും നിങ്ങൾ ശ്രദ്ധിക്കണം മെയിനായിട്ട്. പിന്നെ ഇതിൻ്റെ എർത്ത് ശ്രദ്ധിക്കുക. എർത്ത് ആ പച്ചയും മഞ്ഞയും കൊടുത്ത വയറാണ് എർത്ത് കേട്ടോ. അതവിടെ കൊടുക്കാൻ മറക്കരുത്. പിന്നെ മോട്ടർ ഊരേണ്ടത് അതിന് 4 സ്ക്രൂ ഉണ്ടായി, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഉഷ മെഷീനിൽ നിന്ന് ഓയിൽ ലീക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അത് മെയിനായിട്ട് വരുന്നത് നമ്മളിതാ ഈ ഒന്നിങ്ങി ഈ മോട്ടർ നിൽക്കുന്ന ഈ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ നമ്മൾ ബാക്ക് ടാക്ക് ചെയ്യില്ലേ, റിവേഴ്സ് അടിക്കൂലേ, ആ ഭാഗത്തുനിന്നും 2 സൈഡിൽ നിന്ന് വരാം റിവേഴ്സ് അടിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. അപ്പോൾ ഇത് ശരിയാക്കിയാലും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും പശട്ട് ഒട്ടിച്ച് കഴിഞ്ഞാലും കുറേ കാലം നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ മോട്ടർ ഊരുന്നാണ് കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ 4 സ്ക്രൂ ഉണ്ടാവും, 4 അലങ്കി സ്ക്രൂ ഉണ്ടാവും 4mm. അതിട്ടിട്ട് 4 സ്ക്രൂ ഊരിയെടുക്കണം. ആ 4 സ്ക്രൂ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ആ മോട്ടർ ഇങ്ങോട്ട് പോരും കേട്ടോ. കുറച്ച് ടൈറ്റ് ഉണ്ടാവും, മാഗ്നറ്റ് ഉള്ളിലുള്ളതുകൊണ്ട് കുറച്ച് ടൈറ്റ് ഉണ്ടാവും. ഉള്ളിലെ മാഗ്നറ്റ് നമുക്ക് ഊരിയെടുക്കേണ്ട ഒരു കാരണവശാലും അത് ഊരിയെടുക്കരുത്. മോട്ടറിൻ്റെ ആ 4 സ്ക്രൂ ഊരിയിട്ട് മോട്ടർ മാത്രം അങ്ങോട്ട് ഒന്ന് വലിച്ചെടുത്താലും അങ്ങോട്ട് പോരും കേട്ടോ. ഇപ്പോൾ 4 സ്ക്രൂ ഊരിയിട്ടുണ്ട് നമ്മൾ. ഈ മോട്ടറാണ് നമ്മൾ ഊരിയെടുക്കേണ്ടത്. ഊരിയെടുക്കുമ്പോൾ മുകൾ ഭാഗത്ത് ആ ടോപ്പ് ഉണ്ടല്ലോ അത് പിടിച്ച് വലിക്കരുത്. പിടിച്ച് വലിച്ചാൽ ടോപ്പ് നിങ്ങൾ കയ്യിൽ പോരും. അപ്പോൾ കണ്ടോ, നിങ്ങളാ ഇതായിട്ടുള്ള മൊത്തമായിട്ട് ഇങ്ങോട്ട് പിടിച്ച് എടുക്കണം കേട്ടോ. അപ്പോഴാണ് മോട്ടർ പോരുള്ളൂ. ഇനി ആ മോട്ടർ നമുക്ക് സർവീസ് ചെയ്യണം, എന്നിട്ട് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു. അപ്പോൾ നമ്മൾ മോട്ടർ സർവീസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ മോട്ടർ ഫിക്സ് ചെയ്യുന്നതാണ് കാണുന്നത്. കണ്ടോ കറക്റ്റ് നമ്മൾ ആ ഹോളുണ്ടല്ലോ, സ്ക്രൂ ഊരിയ ഹോളിന് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഇത് അങ്ങോട്ട് പ്രസ് ചെയ്യാൻ കേട്ടോ. പ്രസ് ചെയ്യാൻ മാഗ്നറ്റ് ആയതുകൊണ്ട് കുറച്ചങ്ങോട്ട് ഫാസ്റ്റിൽ പോകും. അപ്പോൾ കൈ ശ്രദ്ധിക്കണം കേട്ടോ വയ്ക്കുമ്പോൾ.
ഇപ്പം നമ്മൾ മോട്ടർ ഫിക്സ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് സ്പീഡാക്കിയിട്ട് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും പിന്നെ ലാഗ് അടിപ്പിക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ 4 സ്ക്രൂവും കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വീലൊന്ന് കറക്കി വെക്കാം കേട്ടോ. മോട്ടർ വീലിൻ്റെ മാഗ്നറ്റ് മോട്ടറിൽ തട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. 4 ഒരേ ലെവലിൽ കുറച്ച് ഗ്യാപ്പുള്ള രീതിയിൽ വേണം ഫിറ്റ് ചെയ്യാൻ. മോട്ടർ ഫിക്സ് ചെയ്തു. ആ എർത്തിൻ്റെ ആണ് വയർ കേട്ടോ. ആ എർത്തിൻ്റെ ഇത് രണ്ടും നമ്മൾ ബോർഡിലേക്ക് കണക്ഷൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബോർഡ് ഫിക്സ് ചെയ്യാം. ബോർഡ് ഫിക്സ് ചെയ്യുക. മോട്ടറിൻ്റെ ആദ്യം ഡിസ്പ്ലേൻ്റെ വയർ കേട്ടോ. ഡിസ്പ്ലേന്ന് വരുന്ന പ്ലഗാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്യേണ്ട അതേ പോയിൻ്റ് ഉണ്ട്, അതിലൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ മോട്ടറിൽ നിന്ന് വരുന്നൊരു കണക്റ്റ് ഉണ്ട്, അത് നമ്മൾ കണക്ട് ചെയ്യുക. ഉണ്ടോ, ആ പ്ലഗുമ്മേ തന്നെ മാർക്കുണ്ട്, അത് അതേ ലെവലിൽ തന്നെ കണക്ട് ചെയ്യണം കേട്ടോ. തിരിച്ചൊന്നും കണക്ട് ചെയ്യരുത്. ഇനി നേരെ വരുന്നത് ഇങ്ങോട്ട് എർത്തിൻ്റെയും കറണ്ടിൻ്റെയും പ്ലഗാണ്. അത് നമ്മൾ കറക്റ്റ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞ നീഡിൽ പൊസിഷൻ കറക്റ്റ് ചെയ്യേണ്ടത്. അത് ആ മോട്ടറിൻ്റെ ബ്ലാക്ക് ആദ്യം തട്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നീക്കി വെക്കാം കേട്ടോ. ഒരു 1 mm ക്യാപ്പ് ഇട്ടിട്ട് ചെയ്താലും മതി. കറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ വീലിൻ്റെ ലാസ്റ്റ് ഒരു ചെറിയൊരു വെട്ട് പോലെ ഉണ്ടാവും, അതേ അളവിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ടൈറ്റ് ചെയ്യാൻ കേട്ടോ. സെക്കൻഡ് സ്ക്രൂ ടൈറ്റ് ചെയ്യുക, എന്നാലും ആ നീഡിൽ പൊസിഷൻ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ബോർഡ് ഫിക്സ് ചെയ്യേണ്ട കേട്ടോ. അതൊക്കെ ഉണ്ടോ, തിരിച്ച് നോക്കിയാൽ എവിടെയും തട്ടണില്ല, നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇനി നമ്മൾ ബോർഡ് ഫിക്സ് ചെയ്യാൻ പോവാണ്. കേബിളൊക്കെ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലൂടെ കേബിൾ കറക്റ്റായിട്ട് ഇടാനുള്ള ഒരു ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ തന്നെ കറക്റ്റ് ഇടണം. എവിടെയും തട്ടിയിട്ട് ഡാമേജ് ആക്കരുത്. അപ്പോൾ ബോർഡിൻ്റെ കവറ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. 5 സ്ക്രൂ ഉണ്ടാവും. 5 സ്ക്രൂ ഫിക്സ് ചെയ്യുക കറക്റ്റ് വെച്ചിട്ട്. ഓരോന്ന് കുറച്ച് ടൈറ്റ് ചെയ്യുക കേട്ടോ. ഒരു സ്ക്രൂ നല്ലോണം ടൈറ്റ് ചെയ്താൽ അടുത്ത സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ടൈറ്റ് ചെയ്യാം. പിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്നെക്കൊണ്ട് കഴിയണ പരമാവധി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഇനി ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിതിൻ്റെ റണ്ണിങ് ചെക്ക് ചെയ്യാം.